CUET ട്യൂട്ടോറിയത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈ സ്റ്റാർ യൂണിവേഴ്സിറ്റീസ്, സ്റ്റാർ കോളേജസ് ആൻഡ് ദർ സ്റ്റാർ കോഴ്സസ്. +2 ശേഷം ഒരു റെപ്യൂട്ടഡ് സ്റ്റാർ കോളേജിൽ പഠിക്കണമെന്നാണ് കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആഗ്രഹമുള്ളത്. CUET എൻട്രൻസ് എക്സാമിലൂടെ ഏകദേശം 240ഓളം യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഇതിൽ റെപ്യൂട്ടഡും അതേപോലെ സ്റ്റാർ ആയ കോഴ്സസും കോളേജും മനസ്സിലാക്കി അവിടെ ജോയിൻ ചെയ്യണമെന്നായിരിക്കണം നമ്മളുടെയൊക്കെ ഒരു ലക്ഷ്യം. സോ വൈ സ്റ്റാർ കോളേജസ്? സ്റ്റാർ കോളേജസിൽ പഠിച്ചാൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ദ എക്സ്പോഷർ യു ഗെറ്റ്. അത് അക്കാഡമിക് ആയാലും കൾച്ചർ ആയാലും ഏത് രീതിയിലാണെങ്കിലും ദ എക്സ്പോഷർ ഈസ് വെരി മച്ച് മോർ ഇൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓർ എ സ്റ്റാർ യൂണിവേഴ്സിറ്റി. Then comes the community there. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ വരുന്ന കുട്ടികൾ ആർ ഹൈലി കോമ്പറ്റൻറ്റ് ഇൻ ദെയർ ഓൺ ഫീൽഡ്. ഇവരുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻസ്മെൻറ്റ് ദാറ്റ് ഈസ് വെരി സബ്സ്റ്റാൻഷ്യൽ. ദെൻ കംസ് പ്ലേസ്മെൻറ്റ്. ഈ സ്റ്റാർ കോളേജസിൽ പ്ലേസ്മെൻറ്റ് സെല്ലുകൾ വളരെ സ്ട്രോങ് ആണ്. പല കോളേജസിലും 100% പ്ലേസ്മെൻറ്റ്സും കിട്ടാറുണ്ട്. സോ ഓൾ ഓഫ് ദിസ് ആക്ച്വലി give us a very bright future. Then നമ്മൾ ഈ സ്റ്റാർ കോഴ്സസ് ഇതിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് we have to understand what are the courses or what are the areas CUET offers us. അതിന് ശേഷമാകാം നമ്മുടെ ഒരു സ്റ്റാർ യൂണിവേഴ്സിറ്റീസും കോളേജസും കോഴ്സസും പരിചയപ്പെടുത്തുന്നത്. So rather than just a BA, BSc, BCom, CUET offers more. For example, integrated courses, law, agriculture, languages, fine arts, BTech, and even nursing. ഇത്രയും രീതിയിൽ പല ഏരിയാസിൽ നമുക്ക് CUETയിൽ അഡ്മിഷൻ കിട്ടും. നഴ്സിംഗ്, BTech പോലുള്ളത് വി ഹാവ് അതർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്സൈഡ് CUET. ബട്ട് സ്റ്റിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ CUET അതിനും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരും. സോ CUET എക്സാം പാസ്സാകുന്നതിൻ്റെ കൂടെ തന്നെ there are also some certain conditions which you should follow to get admissions in these colleges. For example, ചില കോളേജസിൽ പറയും നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റ് തന്നെ വേണം നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ചില കോളേജസ് പറയും. ചില കോളേജസ് ചില സബ്ജക്ട്സ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് varies according to different colleges and different universities. So നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് is related to the star colleges and star universities. First of all, let's start with BA, BSc. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്ച്വലി CUETയിൽ ഫോക്കസ് ചെയ്യുന്ന ഈ 2 കോഴ്സിന് വേണ്ടിയാണ്. അതിൽ the star colleges or the star university is none other than Delhi University. ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സോ ലേറ്റസ്റ്റ് റാങ്കിങ് നോക്കുകയാണെങ്കിൽ ദ പവർഫുൾ കോളേജസ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഹിന്ദു കോളേജ്. ദെൻ കംസ് മിറണ്ട ഹൗസ്. പക്ഷേ മിറണ്ട ഹൗസ് ഈസ് എ വുമൻസ് ഓൺലി കോളേജ്, ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ കംസ് സെൻറ്റ് സ്റ്റീഫൻസ്. BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ദീസ് കോളേജസ് ആർ റിയലി സ്ട്രോങ്. ബട്ട് the conditions or the criteria you have to fulfill are different. BSc ആണെങ്കിൽ ജനറൽ പേപ്പർ അത്ര കമ്പൽസറി അല്ല. പകരം നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കണം. എന്നാൽ നിങ്ങൾ BAയിലേക്ക് പോകുവാണെങ്കിൽ ജനറൽ പേപ്പർ ആൻഡ് ലാംഗ്വേജ് പേപ്പർ ഈസ് കമ്പൽസറി. അതിൻ്റെ റാങ്കിങ് കൂടെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് വരുന്നത്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ +2ൽ പഠിച്ച സബ്ജക്റ്റിലായിരിക്കണം നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ ഓൺലി യുവർ റാങ്ക് ലിസ്റ്റ് വിൽ ബി ദെയർ ഇൻ ദ CUET. ദെൻ കംസ് ദ നെക്സ്റ്റ് സ്റ്റാർ യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓൾഡ് ആസ് വെൽ ആസ് എ വെരി റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി. ദെയർ സ്റ്റാർ കോഴ്സസ് ഈസ് ദെയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ്. ഇൻ്റഗ്രേറ്റഡ് MScയും ഇൻ്റഗ്രേറ്റഡ് MAയും. ദാറ്റ് മീൻസ് ടോട്ടൽ a 5-year കോഴ്സ്. അതായത് നമ്മൾ ഡിഗ്രി എടുത്ത് PGയും എടുത്തു വരുന്ന കോഴ്സസ് ആണ് അവിടുത്തെ പ്രത്യേകത. അവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ there you have to select 4 domain papers. That is a compulsory there for BSc അല്ലെങ്കിൽ integrated MSc. BAക്ക് വരികയാണെങ്കിൽ
you can select general paper as well as language, then you can select the other papers. So വളരെ നോമിനൽ ഫീസും വളരെ എക്സ്പോഷറും നല്ലൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റും ഉള്ള ഒരു കോളേജാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അനദർ സ്റ്റാർ യൂണിവേഴ്സിറ്റി ഇസ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടുത്തെ പ്രത്യേകത ഈ പ്രാവശ്യം തൊട്ട് ദേ ഹാവ് 4-year ഓണേഴ്സ് പ്രോഗ്രാം. BSc-ക്കും BA-ക്കും 4-year പ്രോഗ്രാമിലേക്ക് മാറി. അവിടെ നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്ട്സ് BSc-ക്ക് എടുക്കണം. എന്നാൽ BA ആണെങ്കിൽ ഇറ്റ് ഈസ് ജനറൽ പേപ്പർ ആൻഡ് ലാംഗ്വേജ്. ദെൻ യു വിൽ ഗെറ്റ് ദ റാങ്ക് ലിസ്റ്റ്. വളരെ നോമിനൽ ഫീയോടെ സൗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ ഒരു കോളേജാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. ദെൻ കംസ് അനദർ ഇമ്പോർട്ടൻറ്റ് കോളേജ്, ദാറ്റ് ഈസ് ജാമിയ മിലിയ. ഓക്കെ, ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടൊരു കോളേജാണ്. അവിടെയും ബേസിക്കലി ഉള്ളത് BA BSc പ്രോഗ്രാംസ് ആണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ടെസ്റ്റിൽ ആ ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രമേ നിങ്ങളുടെ റാങ്കിങ്ങിൽ വരൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫിസിക്സിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ മാർക്ക്, അതായത് നിങ്ങൾ ഡൊമൈൻ ടെസ്റ്റ് എഴുതുമ്പോൾ ഫിസിക്സിൻ്റെ മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ജാമിയ മിലിയ. ഓൾ ദീസ് യൂണിവേഴ്സിറ്റീസ് ആർ വെരി റെപ്യൂട്ടഡ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ യു അപ്ലൈ, ഈച്ച് യൂണിവേഴ്സിറ്റിയുടെയും ക്രൈറ്റീരിയ അവരുടെ വെബ്സൈറ്റിൽ പോയി ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് കംസ് BCom. BCom നോക്കുവാണെങ്കിലും ദ സ്റ്റാർ യൂണിവേഴ്സിറ്റി ആൻഡ് ദ സ്റ്റാർ കോളേജസ് ഇസ് നൺ അതർ ദാൻ ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെയുള്ള SRCC കോളേജ് 100% പ്ലേസ്മെൻറ്റ് ഉള്ള ഒരു കോളേജാണ്. ലേഡി ശ്രീറാം കോളേജ്, ഹിന്ദു കോളേജ്. These colleges boast of one of the best packages as far as BCom is concerned. So ഒരു BCom ആണ് ആഗ്രഹിക്കുന്നത്, the star college or university is Delhi University. Then comes agriculture. ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഈ പ്രാവശ്യം CUET എക്സാമിൽ കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഈസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. കാരണം എസ്പെഷ്യലി ഇപ്പം കേരളയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. സോ അവർക്കുള്ള ഒരു നല്ല കോഴ്സാണ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, പ്രൊഫഷണൽ കോഴ്സുമാണ്. ബട്ട് ഇവിടെ എടുക്കേണ്ട കോമ്പിനേഷൻസ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒന്നെങ്കിൽ PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അനദർ കോമ്പിനേഷൻ ഈസ് ABC, അഗ്രികൾച്ചർ ബയോളജി ആൻഡ് കെമിസ്ട്രി. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രത്യേകത CUT പറഞ്ഞിട്ടുണ്ട്, ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 അഗ്രികൾച്ചർ എടുത്തിരിക്കണം. കേരളത്തിൽ നോക്കുവാണെങ്കിൽ ചില വൊക്കേഷണൽ സ്കൂൾസിൽ മാത്രമേ അഗ്രികൾച്ചർ കൊടുക്കാറുള്ളൂ. സോ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ ഏതർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഓർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തന്നെ എടുക്കുന്നതാണ്. ഇവിടെ CUT-ലൂടെ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ICAR മാത്രമേ കൊടുക്കാൻ പറ്റൂ. ബിക്കോസ് വൺസ് ദ റിസൾട്ട്സ് ആർ ഔട്ട് ദെൻ ഓൺലി വി ക്യാൻ സെലക്ട്. കാരണം ICAR-ന് സെപ്പറേറ്റ് ഒരു കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ട്, അതുവഴിയാണ് നമുക്ക് കോളേജസ് അലൗട്ട് ആവുന്നത്. അഗ്രികൾച്ചറിൻ്റെ സ്റ്റാർ കോളേജസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ വി ഹാവ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ കേരളത്തിൽ തന്നെ വി ഹാവ് എൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് ഇൻ തമിഴ്നാട് ഓൾസോ. ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു അലോട്ട്മെൻറ്റ് ഹാപ്പൻസ് ഓൺലി ആഫ്റ്റർ ദ റിസൾട്ട്സ് കം. ഓക്കെ, വളരെ നല്ലൊരു ഓപ്ഷനാണ്, പ്രൊഫഷണൽ കോഴ്സുമാണ്. സോ അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് CUT വഴി നല്ല ഓപ്പർച്യൂണിറ്റീസ് അതിലുമുണ്ട്. ദെൻ കംസ് ലോ or LLB. സ്റ്റാർ കോളേജസ് ഓർ യൂണിവേഴ്സിറ്റി നോക്കുവാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വളരെ റെപ്യൂട്ടഡും വളരെ ഫേമസുമായിട്ടുള്ള ഒരു കോളേജാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആസ് ഫാർ ആസ് ലോ ഇസ് കൺസേൺഡ്. പക്ഷേ വി ഓൾസോ ഹാവ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഫ്ലാറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ വേറെ കോളേജസിലും കിട്ടാം. എന്നാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി CUT വഴി ലോയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കോളേജുകളിലൊന്നായിരിക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. എക്സാം ബേസിക്കലി ജനറൽ ടെസ്റ്റ് വേണം, ഓക്കെ, ലാംഗ്വേജ് പേപ്പർ വേണം, പിന്നെ ലോ സയൻസിൻ്റെയും ഒരു പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ദെൻ കംസ് അനദർ ഫീൽഡ് വിച്ച് ഈസ് ടീച്ചിങ്. ടീച്ചിങ്ങിനകത്തൊരു സ്റ്റാർ കോഴ്സ് ഉണ്ട് ആക്ച്വലി. നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് BEd നമ്മൾ 3 വർഷം ഡിഗ്രി ചെയ്യണം, ദെൻ 2 years നമ്മൾ BEd ചെയ്യണം. ബട്ട് ത്രൂ CUET there is a 4-year integrated program. എസ്പെഷ്യലി സ്റ്റാർ കോളേജ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതായത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഡിഗ്രിയുടെ കൂടെ തന്നെ നമ്മൾ BEdും എടുത്ത് 4 year കൊണ്ട് നമുക്കൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് കിട്ടി നമ്മൾ പുറത്തു വരും. സോ ദാറ്റ് ഈസ് എ ക്യാച്ച് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ദെൻ ലാംഗ്വേജസ്.
ലാംഗ്വേജസിൻ്റെ സ്റ്റാർ കോളേജസും യൂണിവേഴ്സിറ്റിയും എടുത്താൽ ഫസ്റ്റ് ഇറ്റ് ഈസ് എഫ്ലു ഇൻ ഹൈദരാബാദ്. ദർ ഇസ് എ വെരി സ്ട്രോങ് കോളേജ് ആൻഡ് ക്യാമ്പസ്. ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ജനറൽ പേപ്പറും ഇംഗ്ലീഷും ആണ് അതിനുവേണ്ടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട 2 പേപ്പേഴ്സ്. ദെൻ അനദർ സ്റ്റാർ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഇസ് JNU. JNUവിൽ ഫോറിൻ ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ NIRF റാങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി JNU and an electrifying campus also. That is related to our language. പിന്നെയുമുണ്ട്, വി ഹാവ് ഫൈൻ ആർട്സ്. ഫൈൻ ആർട്സിലും ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ് ടോപ്പിലായിട്ട് നിൽക്കുന്നത്. ദെൻ എ ന്യൂ എൻട്രി വി ക്യാൻ സേ ഇസ് BTech. CUET BTechനും ഇപ്പോൾ അവസരങ്ങളുണ്ട്. ഇഫ് യു സി ദർ ആർ അതർ ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ. നമുക്ക് എഞ്ചിനീയറിംഗ് കിട്ടാൻ അല്ലെങ്കിൽ BTech കിട്ടാൻ വി ഹാവ് അതർ ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BTech ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് BTech in MBA, especially computer science. So that is a peculiar, or you can say a very unique course പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫറിങ്. വളരെ നോമിനൽ ഫീസുമാണ്, അഡ്ജസ്റ്റബിളുമാണ്. ബട്ട് ഇഫ് യു സി സം അതർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലും BTech അവൈലബിൾ ആണ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, +2 നിങ്ങൾ മാത്സ് പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ BTech എടുക്കാൻ. ദെൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BTech ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഫീസും സ്ട്രക്ചറും കുറച്ച് കൂടുതലാണ്. സോ ഇഫ് യു വാണ്ട്, ദർ ആർ ഗുഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ടു വിച്ച് യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ ത്രൂ CUET. സോ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റി CUET നമുക്ക് തരുമ്പോൾ വൈ ഷുഡ് വി സെറ്റിൽ ഫോർ ഓർഡിനറി? We should make the best of this opportunity and land to a star university, a star college and a star course there, so that we will reach the zenith in our life. So signing off for today's session. Thank you so much.